ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ വിചാരിക്കുന്നത് എല്ലാവരും അവരെപ്പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്വന്തം കുറവുകളാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയുകയുള്ളൂ. അതിരുകൾ ഭൂമിയിൽ മാത്രമാണ്, അത് മനസ്സിലല്ല. നിങ്ങളുടെ വിജയത്തിന് പരിധികളില്ല, പരാജയത്തിനു മാത്രമാണ് പരിധി. മനസ്സിലുള്ളത് അങ്ങനെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നൽകുമ്പോൾ 10 മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. ഒരു സ്ത്രീ പുരുഷനോട് തൻ്റെ ഭൂതകാല രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കവളെ വിശ്വസിക്കാം. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമേ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. മറ്റുള്ളവർ സാധ്യമല്ല എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ സാധിക്കൂ. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. സ്നേഹിച്ചു പിരിഞ്ഞവർക്കൊരിക്കലും ഒരു നല്ല സുഹൃത്തുക്കളാവാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല. കാരണം അവർ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കുവാനും അതിനേക്കാൾ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിന് കഴിയും. നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം ചിരിക്കാം. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഒരിക്കലും സന്തോഷിക്കരുത്. ഉയർന്ന മൂല്യമുള്ള പെൺകുട്ടികൾ അവരുടെ പുരുഷന്മാരെ മെച്ചപ്പെടുത്താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും.